ഹലോ, ഞാൻ ജൂലി രാകേഷ്. അപ്പൊ അടുത്തൊരു ഏഞ്ചൽ നമ്പർ 222. അപ്പൊ 222 എന്താണ് നമ്മളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരാൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ പ്രാർത്ഥനകള് ഒന്നും റിസൾട്ട് കാണുന്നില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. അങ്ങനെ ഒരു വ്യക്തി ഈ നമ്പർ കാണുകയാണെങ്കിൽ നമ്മള് മനസ്സിലാക്കുക, നമ്മള് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അതേപോലെ ദൈവത്തിന് തൊട്ടടുത്താണ്. എന്റെ പ്രാർത്ഥനകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസ് ഫയലുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഫയലാണ് അടുത്തതെന്ന് പറയില്ലേ, അതേപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു ഫയല് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താറായി എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് റിലാക്സ് ആയിരിക്കാം. അടുത്തത് എന്റെ ടേൺ ആണ്, ഇതൊക്കെ കിട്ടുന്നത്. അതാണ് ഈ 222 നമ്മളോട് പറയുന്നത്. നിനക്ക് എല്ലാവിധ നീ ആഗ്രഹിക്കുന്ന പോലെ സമ്പത്തിലല്ല, സന്തോഷം, സ്നേഹം, അതേപോലെ ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മള് വെച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം, പ്രാർത്ഥന ദൈവം എടുക്കാറായി, നമ്മുടെ ഫയലാണ് വളരെ അടുത്തെന്നുള്ളതാണ് അതിനർത്ഥം. നമ്മൾ ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവമായിട്ട് അലൈൻഡ് ആവാം, ഒന്നാവാം. ആ അതിലേക്കുള്ള നമ്മൾ വളരെ അടുത്താണെന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ നീ വളരെ അടുത്താണ്. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ ഹിന്റ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാം അടുത്താണ്, കുറച്ചുകൂടി അടുത്താണ്, പറയും. അതേപോലെ നമ്മുടെ സമാധാനം, ശ്രദ്ധിച്ചു കേൾക്കുക, സമാധാനം, സ്നേഹം, ദൈവഭക്തി, അതേപോലെ സന്തോഷം, ഇതിനെയൊക്കെ നീ വളരെ അടുത്താണ് എന്നാണ് ഈ 222 കാണുന്നവര് മനസ്സിലാക്കുക. അപ്പൊ സമാധാനത്തിലിരിക്കുക. ഒരുവിധ ടെൻഷൻസോ ഇതാക്കണ്ട, എന്റെ സമയമായിട്ടുണ്ട്, നീ കുറച്ചും കൂടി വേണ്ടെന്ന് പറയാം. ആ സമയത്ത് നമ്മൾ പോയിട്ട് ഒരുപാട് വീണ്ടും നെഗറ്റീവ്സിലേക്ക് പോവാതിരിക്കണം. നെഗറ്റീവ്സ് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാം. നമ്മൾ കുറച്ചും കൂടി ഒരുപാട് നെഗറ്റീവ്സ് വരുമ്പോൾ വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോകും. നമുക്ക് പ്രപഞ്ചമായിട്ട് കാണിച്ചു തരുമ്പോൾ ഞാൻ വളരെ അടുത്താണ്, ഇപ്പൊ എന്റെ ടേൺ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ക്യൂലൊക്കെ നിൽക്കുമ്പോൾ അടുത്തത് നമ്മൾ ഭഗവാന്റെ അവിടെ പോകുമ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ തുറന്നു കിട്ടുമ്പോൾ കണ്ടിട്ടാവാ ഇനിയിപ്പൊ എന്റെ ആണ്, അതേപോലെ തന്നെയാണ്. അപ്പൊ ആ ക്യൂലേക്ക് അപ്പൊ നമ്മൾ എന്റെയും എണീറ്റ് നിൽക്കും. ഇനിയിപ്പോ നമ്മുടെ ആണല്ലോ, അതേപോലെ തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ സമാധാനമായിട്ട് വിചാരിക്കുക, നമ്മുടെ ആണെന്ന് വിചാരിക്കാം, ഒരു റിലാക്സേഷൻ കിട്ടും. അപ്പൊ കൂടുതൽ ഇതേപോലത്തെ അറിയാൻ സ്റ്റേ ട്യൂൺ വിത്ത് ജൂലി രാകേഷ്. അപ്പോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. അങ്ങനെ കുറെ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടും. അപ്പോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.